ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിലോ വേദയെ കാണാനായിട്ട് വീട്ടിലോട്ട് ചെന്നു. വേദയെ വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ വേദയാണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ അരികിലേക്ക് വന്നപ്പോഴേക്കും ശ്രീകാന്തിന് ചെറിയൊരു പേടി. ഇനിയിപ്പോൾ ഇവളെങ്ങാനും ഇവൻ്റെ കൂടെ പോകുമോ എന്നുള്ളൊരു പേടി. പക്ഷേ ശ്രീകാന്തിന് അറിയാം അങ്ങനത്തെ പൊട്ടത്തരമൊന്നും വേദ ചെയ്യില്ല എന്ന്. കാരണം ആ കുടുംബത്തോട് വേദയ്ക്ക് അത്രത്തോളം സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം ശ്രീകാന്തിന് നല്ലതുപോലെ അറിയാം. അപ്പോൾ വേദ ഇങ്ങനെ കൈ കാണിച്ചു വീണ് കിടക്കുന്ന വിക്രത്തിന് നേരെ. അപ്പോൾ വേദ കാണിച്ച കയ്യിൽ പിടിക്കാൻ വിക്രം ഒന്ന് അമാന്തിച്ചു. വേദ അങ്ങനെ തന്നെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ വിക്രം കയ്യിൽ പിടിച്ചു എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കുക. വേദ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ അവനെ നിൻ്റെ നാവിൽ നിന്ന് തന്നെയെല്ലാം കേൾക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അമ്മയും ദീപ്തിയും അതുപോലെ വർഷയും എല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ശ്രീകാന്ത് വേദയോട് പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല, നീ തന്നെ അവനോട് പറ, നീ അവരെ എന്നേക്കുമായി ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോന്നതാണെന്ന് നീ അങ്ങ് പറഞ്ഞേരെ. അപ്പോൾ പിന്നെ അവന് വിശ്വാസമാകും, അവൻ പിന്നെ ഇവിടെ നിൽക്കില്ല, പോയിക്കോളും എന്നിങ്ങനെ പറയുക. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ദീപ്തിയും അതുപോലെ പേടിച്ചു കുറച്ച് ഇങ്ങനെ നിൽക്കുന്നു. കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയി, ഇതിനകത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ടെന്ന് ദീപ്തിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മ ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിക്കുമോ, അമ്മ ഇതിൽ ഇടപെടണ്ട, എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ പറഞ്ഞു തീർത്തോളും. അവൾ എങ്ങനെയാണോ തിരിച്ച് വീട്ടിലേക്ക് വന്നത്, അതെന്തിനാണോ വന്നത്, അത് അവൾ വിക്രത്തോട് പറഞ്ഞോളും. നിങ്ങൾ കയറി പോകാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് എന്തൊക്കെ കണ്ടും കേട്ടും കയറി പോന്നിട്ട് വർഷ പോകാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ, വർഷേ അന്ന് എവിടെയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയും വിളിച്ചുകൊണ്ട് പോകും. വർഷയാണെങ്കിലോ തിരിഞ്ഞു നോക്കി പോകുക കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും വിക്രവും വേദയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം, ആങ്ങളെ കൊണ്ട് വേദയെ കെട്ടിവെക്കണം. ഇതാണ് നമ്മുടെ വർഷയും ഉദ്ദേശിക്കുന്ന കാര്യം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേദ എന്നും പറഞ്ഞ് വിക്രം വിളിച്ചു. പ്ലീസ് വിക്രം എന്തിനിങ്ങോട്ട് വന്നതാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് വേദ വിക്രത്തോട് പറയുക. വേദ ഞാൻ നിന്നെ കാണാൻ വന്നതാ, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുമ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും, ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വിക്രത്തിന് ഞാൻ അവിടെ വേണമെന്ന് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല, എപ്പോഴും എന്നോട് വീട്ടിൽ പോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് തന്നെയല്ലേ വിക്രം പറഞ്ഞുകൊണ്ടിരുന്നത്. വിക്രം ആഗ്രഹിച്ച കാര്യം ഞാൻ ചെയ്യുന്നു. വിക്രം ആ അച്ഛൻ്റെ അമ്മയുടെ നല്ലൊരു മകനാകണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ആ വീട്ടിൽ നിന്നു. അതൊരു താൽക്കാലിക ഒരു നിൽപ്പ് മാത്രമായിരുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു എന്ന് എനിക്ക് ബോധ്യമായതിനു ശേഷമാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വിക്രം ഇനി എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ഇങ്ങോട്ട് വരണമെന്നില്ല. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം ഒരിക്കലും പ്രാവർത്തികമാവില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അപ്പോൾ വേദ പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത്, ഇനി എന്നെ തേടി ഈ പടി കടന്ന് വരികയും ചെയ്യരുത്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിന് ഇനിയൊരു ഇതാവില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു വേദ വിക്രത്തിന് പോലും സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാതെ വിക്രത്തിൻ്റെ വായ അടപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കയറി പോവുക. വിക്രത്തിന് പോകാം എന്നും പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞു ഇങ്ങനെ വിക്രം ഇങ്ങനെ ദയനീയമായിട്ട് നോക്കി നിൽക്കുക കേട്ടോ. നിനക്കിതെന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുമ്പം എനിക്കെന്താ പറ്റിയതെന്ന് ഞാൻ വിക്രത്തോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇനി അതിൽ കൂടുതലൊന്നും എനിക്ക് വിക്രത്തോട് പറയാനില്ല എന്നും വേദ വിക്രത്തോട് പറയാം. അതും പറഞ്ഞിട്ട് വേദ പ്ലീസ് ലീവ് മെലോൺ എന്നും പറഞ്ഞിങ്ങനെ കയറിപ്പോയി വാതിൽ, അതായത് ഇനി എന്നെ തേടി വരരുതെന്നും പറഞ്ഞ് വിക്രത്തിൻ്റെ മുഖത്ത് വാതിലടയ്ക്കുന്ന രീതിയിൽ വാതിൽ കൊട്ടിയടച്ചു. വിക്രം വേദ എന്നും പറഞ്ഞ് ചെന്നെങ്കിൽ പോലും വിക്രം എന്നിട്ട് കുറേ നേരം പുറത്തിങ്ങനെ ദയനീയമായിട്ട് സങ്കടപ്പെട്ട് നോക്കി അങ്ങനെ നിന്നു. ഈ സമയത്ത് മുറിക്കകത്ത്, അതായത് മെയിൻ ഡോറ് ക്ലോസ് ചെയ്ത് ആ ഡോറെ പിടിച്ച് വേദ കുറേ നേരം കരഞ്ഞു. എന്നിട്ട് വേദ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ദീപ്തി ഇത് കണ്ടു. ദീപ്തി കണ്ടിട്ട് ചേച്ചി ഒന്ന് അവിടെ നിന്നേന്നും പറഞ്ഞ് അങ്ങ് ചെന്നു കേട്ടോ. അതിങ്ങനെ നോക്കുക, എന്താണെന്ന് ചോദിച്ചു. ചേച്ചി എന്തു ഭാവിച്ചാ, ചേച്ചി എന്ത് ഈ കാട്ടിക്കൂട്ടണേന്ന് ചോദിക്കുമ്പം ഞാൻ എന്ത് കാട്ടിക്കൂട്ടിയെന്ന്, അല്ല വിക്രം ചേട്ടനോട് ചേച്ചി എന്ത് അപമര്യാദയെ കാണിച്ചതെന്ന് ചോദിക്കുമ്പം ഞാൻ ഒരപമര്യാദയും കാണിച്ചിട്ടില്ല, പറയേണ്ട കാര്യങ്ങളെ പറഞ്ഞുള്ളൂ എന്ന് പറയും. ചേച്ചിയുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ തന്നെ അറിയാം ചേച്ചി ഇതൊന്നും മനസ്സറിഞ്ഞ് ചെയ്യുന്നതല്ല എന്ന്. ചേച്ചിയുടെയും വിക്രം ചേട്ടൻ്റെയും ജീവിതത്തിൽ മൂന്നാമതൊരാൾ കടന്നു കൂടിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ചേച്ചി ഇപ്പോൾ വിക്രം ചേട്ടനോട് ഇങ്ങനെയൊക്കെ കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അതെനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. എന്താ ചേച്ചി ശരിക്കും സംഭവിച്ചത്, ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് വിക്രം ചേട്ടനോട് പറഞ്ഞാൽ കാര്യങ്ങൾ തീരില്ലേ? പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ദീപ്തിയോട് നീ നിൻ്റെ കാര്യം നോക്കാൻ വേദ പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് നോക്കുന്നത്. ചേച്ചി എന്തോ ഒന്ന് വലിയ കാര്യം മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഒരിക്കലും ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരു പ്രശ്നത്തെ ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഫേസ് ചെയ്യുന്നത്. എന്തോ ഒരു വലിയ പ്രശ്നമാണത്. അതിന് ചേച്ചിക്ക് പോലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തൊരു പ്രശ്നം. അല്ലെങ്കിൽ ഒരിക്കലും പേതേച്ചി ഇങ്ങനെയൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. എന്തായാലും
വേദേച്ചി ഇപ്പം ഈ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് വേദേച്ചി തന്നെ മനസ്സിലാക്കിക്കൊള്ളാനൊക്കെ പറഞ്ഞ് അനീതി കുറേ ഉപദേശമൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. വേദ നേരത്തേനും മുറിയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ, ഭയങ്കര സങ്കടമാണ് വേദയ്ക്ക്. ആ വിക്രത്തിൻ്റെ ദയനീയ അവസ്ഥ, വിക്രത്തിൻ്റെ മുഖഭാവം, ഇതെല്ലാം വേദ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ വിക്രത്തോട് കാണിച്ച ആ ഒരു മര്യാദയോടും എല്ലാം വേദ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ അവിടെ ആലോചനയും കാര്യങ്ങളോട്ട് വേദ സങ്കടപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദിനി പറഞ്ഞു കൊടുത്ത ആ ഒരു ചെറിയൊരു പ്രതീക്ഷയുടെ പേരിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് നമ്മുടെ രാധ എപ്പോഴെങ്കിലും വിക്രത്തെ തനിക്ക് സ്വന്തമാക്കാൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇങ്ങനെ എന്താ പറയുന്നത്, കോഴിക്കുഞ്ഞിൻ്റെ പുറകിൽ കഴുകൻ വട്ടമിട്ട് പറക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വിക്രം നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കമലയാണെങ്കിൽ വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കുക, അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ. അവിടെ തകർന്ന് തരിപ്പണമായി കയറി ചെല്ലുന്ന വിക്രം ഉണ്ടല്ലോ, അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പം എന്തായി മോനെ, വേദ എന്താ പറഞ്ഞേ എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും അമ്മയെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു വിക്രം. ആ കരച്ചിൽ അമ്മ വരെ ഞെട്ടിപ്പോയിട്ടോ. എന്താടാ നിനക്ക് പറ്റിയെന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൾ എന്നെ ചതിച്ചമ്മ എന്ന് പറയാം. ചതിക്കേ നീ എന്നെ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇനി അവൾ ഉപദ്രവിക്കാൻ അങ്ങോട്ടേക്ക് ചെല്ലരുതെന്നാണ് വേദ പറഞ്ഞത്. അവൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ലല്ലോ മോനെ എന്നൊക്കെ അമ്മ തിരിച്ചു മോനോട് പറയുമ്പോൾ അവൾ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് വേദയുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും വിക്രം അമ്മയോട് പറയുക. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ പൊന്നുമോൻ സങ്കടപ്പെടല്ലേ, അതൊന്നും അവൾ മനസ്സായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല. ഇതിനിടയിൽ എന്തോ ഒരു വലിയ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് വേദമോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് നന്ദിനി ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും നിൻ്റെ മുഖത്ത് നോക്കി വേദമോൾ അങ്ങനെ പറയില്ലടാ, അവൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മോനോട്. അപ്പോഴേക്ക് അമ്മയ്ക്ക് ഇത്രയൊക്കെ ആയിട്ടും അവളെ വിശ്വാസം എന്നും പറഞ്ഞ് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നന്ദിനി അതെൻ്റെ വിശ്വാസം തന്നെയാണ്. ഒരിക്കലും വേദമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തോ ഒന്ന് വേദമോളുടെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ വേദമോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും വിക്രത്തെ എന്നല്ല ആരെയും വേദനിപ്പിക്കുന്ന കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അവൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് എല്ലാവരെയും വേദനിപ്പിച്ച് ഈ ഇരിക്കുന്ന വിക്രത്തെ ഈ പരുവത്തിലാക്കി ഇവിടുന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ടും ക്ലീൻ ചീട്ട് അവൾക്ക്. അല്ല അതിനും വേണം ഒരു ഭാഗ്യമൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് നന്ദിനി കുത്തും കോളും വെച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മോൻ സങ്കടപ്പെടല്ലേ എന്നും പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. അവൾക്ക് നീയില്ലാത്തൊരു ജീവിതം അത് ചിന്തിക്കാൻ കൂടി കഴിയുന്ന കാര്യമല്ല മോനെ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നം അവളായിട്ട് തന്നെ പരിഹരിക്കും. ആ പ്രശ്നം പരിഹരിച്ച് അവളായി തന്നെ നമ്മുടെ അരികിലേക്ക് ഓടിയെത്തും. ആ ഒരു ദിവസം ഒത്തിരി ദൂരത്തൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ മോനെ സമാധാനിപ്പിക്കുക. അപ്പോൾ വിക്രത്തിന് മനസ്സിലായി വേദയുടെ മനസ്സിൽ എന്തോ ഒരു വലിയ സങ്കടക്കടൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ പേരിലാണ് വേദ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒളിച്ചോടുന്ന രീതിയിൽ കാണിക്കുന്നതും അതുപോലെ ഇവരുടെയൊക്കെ മുന്നിൽ ദേഷ്യഭാവത്തോടു കൂടി സംസാരിക്കുന്നതും. അല്ലെങ്കിൽ വേദ ഒരിക്കലും അങ്ങനെ മര്യാദ കെട്ട് സംസാരിക്കുന്ന ഒരാളല്ല എന്ന് വിക്രത്തിനും അറിയാമല്ലോ. വിക്രം എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ സങ്കടം അമ്മയെ മകനെ ചേർത്ത് പിടിച്ച് പല രീതിയിലും പറഞ്ഞ് സമാധാനിപ്പിച്ചു വിക്രത്തിനെ ആ ഒരു പഴയ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വേദ ജോലിക്ക് പോകും. അപ്പോൾ ജോലിക്ക് പോകാൻ പോലും വേദയ്ക്ക് വിലക്കൊന്നുള്ള രീതിയിലാണ് ശ്രീകാന്ത് അവിടെ കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ വേദ ആരാ പൊന്നുമോള, അങ്ങനെ എല്ലായിടത്തും ശ്രീകാന്തിന് കയറി നിറങ്ങാനുള്ളൊരവസരം വേദ കൊടുക്കില്ലല്ലോ. അങ്ങനെ വേദ ജോലിക്ക് പോകും കേട്ടോ. വേദ തൻ്റേതായ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വേദയെ വഴിയിൽ വെച്ച് രാധ കാണാനിടയായി. രാധ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധ ഓടി വന്നു. ഇന്നിപ്പോൾ വേദയെ കണ്ടപ്പോൾ രാധയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം വിക്രത്തെ ഉപേക്ഷിച്ച് വേദയായിട്ട് തന്നെ ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് രാധയ്ക്ക്. രാധ ഓടി ഇങ്ങ് വന്നു വേദയുടെ അടുത്ത്. ഹലോ വേദ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോൾ വേദ നോക്കുമ്പോൾ രാധ വീട്ടിൽ നിന്ന് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി എന്ന് ഞാൻ അറിഞ്ഞു. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പോഴാണ് വേദ നീ കൃത്യമായൊരു തീരുമാനം എടുത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. ഇത് കേട്ടപ്പോൾ വേദ അന്തം വിട്ടിങ്ങനെ നോക്കുക. അപ്പോൾ കൃത്യമായ വിവരങ്ങളെല്ലാം രാധ അറിയുന്നുണ്ടെന്നും രാധയോട് ആരോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നുള്ളതും വേദയ്ക്ക് മനസ്സിലായി. വേദ എന്നിട്ട് ഇങ്ങനെ രാധയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ എന്നേക്കുമായിട്ടുള്ള പോക്കാണ് പോകുന്നത് എന്ന് രാധയോട് ആരാ പറഞ്ഞതെന്ന് വേദ ചോദിക്കുമ്പം അല്ലെങ്കിൽ പിന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേദ എവിടെ നിന്ന് പോരുമോ. എന്തായാലും നീ ഈ തീരുമാനം എടുത്തതേ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നീ നേരത്തെ തന്നെ നേടിത്തന്നു. എനിക്കെന്തായാലും സന്തോഷം. പിന്നെ ആ കുടുംബത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോകുന്നതോടെ ആ കുടുംബത്തിൻ്റെ ശാപവും എന്തായാലും അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നീ ആ വീട്ടിലേക്ക് കയറാത്തിടത്തോളം അവർ സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. ഇനിയിപ്പം അതിൻ്റെ ഇടയിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാധ ഇങ്ങനെ വേദയോട് ഒരുമാതിരി രീതിയിൽ സംസാരിക്കാം. ഇതൊക്കെ കേട്ട് ഒരു പരിധി വരെ വേദയ്ക്ക് ഇതൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. ഇതൊന്നും പറഞ്ഞാലും ശരിയാവുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് വേദ ഇതെല്ലാം
അടക്കി പിടിച്ച് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, ഗതികേടുകൊണ്ട്. അപ്പോൾ അങ്ങനെ രാധ നടു റോട്ടിൽ വെച്ച് വേദയെ പരിഹസിക്കുകയും അതുപോലെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും, അതുപോലെ തന്നെ വിക്രത്തിൻ്റെ സങ്കടം സഹിക്കാൻ മേലാതെ കമല അമ്മയുടെ ആ ഒരു ഇതൊക്കെ കാണിച്ചുകൊണ്ടും, അതുപോലെ വിക്രം വേദ ഈ ഒരു ബന്ധം തകർന്നോ അല്ലെങ്കിൽ തകരുമോ എന്നുള്ളൊരു പേടിയിൽ നിൽക്കുന്ന ദീപ്തിയുടെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടും, അതുപോലെ വിക്രത്തെ അപമാനിച്ചതിൻ്റെ പേരിൽ നെഞ്ചുപൊട്ടി സങ്കടപ്പെട്ടിരിക്കുന്ന വേദയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിപ്പുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. അപ്പോൾ ഡയലോഗുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻസും കഥയും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയില്ല എന്നുള്ള പ്രതീക്ഷയോടെ, വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് വരുന്നതും എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ, വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.